ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഒരുപാട് കാലം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെയൊക്കെ ജിമെയിൽ അക്കൗണ്ട് അതുപോലെ നമ്മുടെ ഡാറ്റാസ് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റകളൊക്കെ പല ഭാഗത്തും ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉപയോഗിച്ച് ചിലപ്പോൾ ഒഴിവാക്കിയ ആപ്ലിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ സൈറ്റുകളിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇമെയിൽ ID ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ സൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതിന് ശേഷം ഗൂഗിൾ ക്രോം എടുത്തതിന് സേമൈൻ എന്ന് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫോൺ എടുത്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേമൈൻ എന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സൈറ്റ് വരും. അപ്പോൾ ജസ്റ്റ് അതിൽ ഫ്രണ്ടിലുള്ള ഏറ്റവും മേലുള്ള സൈറ്റ് മൈൻ എന്നുള്ള സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന പരസ്യം വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ഡിനി കൊടുക്കുക. പിന്നെ താഴോട്ട് വന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്ന് സ്വല്പം വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് പോവുക. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ജസ്റ്റ് തിങ്ക് യു ക്യാൻ ഗസ് ഹൗ മെനി കമ്പനീസ് ഹോൾഡ് യുവർ ഡാറ്റ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുക എത്ര കമ്പനികൾ നിങ്ങൾ ഡാറ്റ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നമ്പർ കൊടുക്കുക. എന്നതിന് ശേഷം നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ദ ആൻസർ ഹൈഡ്സ് ഇൻസൈഡ് യുവർ ഇൻബോക്സ്. ലെറ്റ്സ് ഗോ എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ജസ്റ്റ് പേരടിച്ചു കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങോട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്ന് സ്വല്പം വെയിറ്റ് ചെയ്യുക കേട്ടോ. 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ പുതിയൊരു അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ 3 കമ്പനീസ് ഹോൾഡിംഗ് യുവർ ഡാറ്റ വെർ ഫൗണ്ട് ഇൻ യുവർ ഫുട് പ്രിൻ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്നൊരു ജിമെയിൽ ID ആണ്. അതിൽ സീ വിച്ച് കമ്പനീസ് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് അതുപോലെ മൈന് ഈസി റീക്ലെയിം എന്ന് പറഞ്ഞ ഈ ഒരു സംഭവങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കൂടുതൽ സൈറ്റുകളിലൊന്നും ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്ര 3 കമ്പനീസ് മാത്രം. ഇപ്പോൾ യൂട്യൂബ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബിൽ നമ്മളെ അക്കൗണ്ട് ആക്റ്റീവായി കിടക്കുന്നുണ്ട്. അതേമാതിരി മൈൻ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തില്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സൈറ്റ് നമുക്ക് ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഗൂഗിളിലാണുള്ളത്, അങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് ഏതെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീക്ലെയിം എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ജസ്റ്റ് നിങ്ങൾ ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങളുടെ ഡാറ്റാസ് ഏതൊക്കെ സൈറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ആവശ്യമില്ലാത്ത സൈറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് റീക്ലെയിം ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് സേഫ് ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ലതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നന്ദി, നമസ്കാരം, താങ്ക് യു.